ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പ്ലഗ് മാറ്റുന്ന രീതി ഒന്ന് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരങ്ങൾ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പ്ലഗും കാര്യങ്ങളും മേടിച്ചു തന്നാണ്. അപ്പോൾ നമുക്ക് പ്ലഗ് ഒന്ന് മാറ്റുന്ന ഇതൊന്ന് വീഡിയോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്ലഗ് കത്തിയിട്ട് മാറ്റാൻ വന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഇതാണ്. നമ്മൾ അയച്ചു നോക്കുമ്പോൾ നല്ലൊരു പ്രശ്നം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അയച്ച് നമുക്ക് ആ ടൈപ്പ് ഇപ്പോൾ കിട്ടാത്തതുണ്ട്. ഇത് പഴയ മോഡലായതുകൊണ്ട് നമുക്കിതിപ്പോൾ കിട്ടൂല. അപ്പോൾ നമ്മളൊരു SS വെച്ചിട്ട് ഇനി അത് കട്ട് ചെയ്യാണ്ട് ബോർഡൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ രീതിയിലാക്കണം, ഈ ലെവല്. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് ഓപ്പൺ ആയിട്ട് ഇവിടെ വെക്കണം. അപ്പോൾ ഒരു വൃത്തിയേടാക്കണം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ബ്ലേഡായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലഗ് അയച്ചു. ഈ പ്ലഗ് അയച്ചാണ്ട് നമ്മളിത് മാറ്റാണ്ടാവും. ഇതൊരു ശകലം കട്ട് ചെയ്യണം, ഇത്ര ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതൊന്നാമത് എന്താ പറയുക, നമ്മൾ മോട്ടർമെന്നാണ് ഇതിൻ്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത്. അത് കാരണമാണ് ഒന്നാമത് ഒരുക്കുക അങ്ങനെ രണ്ടും പാടെ യൂസ് ചെയ്തുകൊണ്ട്. ഇത് പഴയൊരു വീടായതുകൊണ്ട് ഇതിങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ഈ കൊലത്തിലില്ല എവിടെ. അപ്പോൾ ഇതിനിപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കാം. അല്ലാതെ ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഒരു അടുക്കളയിലാണ്. അപ്പോൾ ഒരു മിക്സി കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഒഴിച്ചാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഓരോ കച്ചറ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു വർക്ക് കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യണ ഈ പീസ് കട്ട് ചെയ്ത് കളയണം. ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ രംഗാണത്. കട്ട് ചെയ്ത രംഗാണ് ഇവിടെ ഇങ്ങനെ ഇതാക്കിയത്. ഇനി നമ്മളിത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി കയറാം. ഉണ്ടോ, റെഡിയാണ്. അപ്പം ഇനി ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, കണക്ഷനും കാര്യങ്ങളും കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യാൻ. ഇത് പഴയൊരു ഇതായതുകൊണ്ട് നല്ല റിസ്ക്കാണ്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പോൾ ഒന്നും കിട്ടൂല. ഇപ്പോൾ ഇത് ഈ 6x4 ഷീറ്റാണ്, 6x8 ഷീറ്റാണിത്. അപ്പോൾ നമുക്ക് ഇപ്പം ആരും വല്ലാതെ കട്ട് ചെയ്യാൻ നമുക്ക് മെനക്കെടൂല. അപ്പം ആരും ഇല്ലതിന്. അപ്പം നമ്മൾ SS ആണ് ഇപ്പം നമ്മൾ മാറ്റി വെച്ചത്. ജസ്റ്റ് കറണ്ട് കോപ്പി ആയതുകൊണ്ട് ലൈറ്റ് കുറവാക്കാറ് ഇവിടെ. സ്ക്രൂ ഒക്കെ ചെയ്ത് കണക്ഷനൊക്കെ കൊടുത്ത് ഒന്ന് ഓണാക്കി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് മിക്സി കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ട ഒരു ഏരിയയാണ്. സ്ക്രൂവിൻ്റെ ഹോൾസിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പഴയത് നമ്മൾ SS പിന്നെ കയറ്റുമ്പോൾ അങ്ങനെ ഒരു ഇത് വരും. നമുക്ക് ചെറിയ ഹോൾ അടിക്കാം.
അപ്പോൾ ഇത് എർത്ത് ഭാഗമാണ് നമ്മൾ ന്യൂട്രൽ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യൂട്രൽ ഭാഗം കൊടുത്തതിന് ശേഷം പിന്നെ ഇത് കൊടുക്കുമ്പോൾ എന്താണോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓവർ പുറത്തോട്ട് തള്ളിയിരിക്കരുത്. അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് കണക്ഷനൊക്കെ ടച്ചായി കഴിഞ്ഞാൽ സ്പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ പഴയ വീടായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ELCB ഒന്നും ഇല്ലാത്ത വീടുകളാണ്. അപ്പം നമ്മൾ ELCB ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ പിന്നെ ട്രിപ്പാവും. എർത്ത് ലീക്കേജ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതേമാതിരി നമ്മളിത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ പൊസിഷൻ കേട്ടോ കറണ്ട് എപ്പോഴും കൊടുക്കണ്ടേ. നമ്മൾ ചിലവരൊക്കെ ഈ അടിയിലാണ് കൊടുക്കൽ. അതെന്താ വെച്ചാൽ ഇതിലാണ് എപ്പോഴും ഇതായിക്കണ്ടത്. കാരണം ഇത് സ്വിച്ച് ഇടുമ്പോഴാണ് ഇതിമക്ക് കോണ്ടാക്റ്റ് കിട്ടുക. സെൻറ്ററിലാണ് അതിൻ്റെ കോണ്ടാക്റ്റ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ സ്പാർക്കിങ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് സ്വിച്ചിൻ്റെ സെൻറ്റർ പൊസിഷൻ ആയിരിക്കണം എപ്പോഴും നമ്മൾ വയർ കൊടുക്കേണ്ടത്. എപ്പോഴും ഈ അല്ലെങ്കിൽ സ്പാർക്കിങ് കാര്യങ്ങൾ വരാൻ നല്ലൊരു സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ SS ഇങ്ങനത്തെ സെറാമിക് സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സെൻറ്റർ പൊസിഷൻ കൊടുക്കണം സ്വിച്ചിൻ്റെ. അപ്പോൾ ഇത് കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി. അപ്പോൾ ഇനി ഇത് നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് ജസ്റ്റ് ഓണാക്കാം. ഒരു കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഈ SS ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതാ സെറാമിക്കാണ് വരുന്നത്. സെറാമിക്കിൻ്റെ കോട്ടിങ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇനി ഒരു ഹെവി യൂസ് ചെയ്താലും വലിയ ഒരു പ്രശ്നം വരില്ല. ഈ കാര്യത്തിൽ ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ മോട്ടറിൻ്റെ ഇതൊരു മോട്ടറിൻ്റെ DP സ്വിച്ചാണ് വരുന്നത്. ഇത് ശകല ഇതായിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒന്നും പാടെ തന്നെ കണക്ഷൻ എടുത്തിക്കണം. അതാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം. അപ്പോൾ ഇത് ഒരൊറ്റ സർക്യൂട്ട് വന്നുകൊണ്ട് ഒരു 2.5 ഒറ്റ വയർ വന്നുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഒരു DP സ്വിച്ചും ഒരു പവർ പ്ലഗും ഇത് ഒറ്റ ഒന്നുള്ളൂ ഇവിടെ. ഈ ഒരു പഴയൊരു പെര ആയതുകൊണ്ട് അന്ന് ഇപ്പോഴത്തെ പെരയിലൊക്കെ നമ്മൾ ഒരുപാട് പ്ലഗ് 3-4 പ്ലഗ് ഉണ്ടാവും. ആ സ്ഥാനത്ത് ഈ ഒരു പഴയ പെര ആയതുകൊണ്ട് നമുക്ക് ഒറ്റ പ്ലഗുള്ളൂ ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എല്ലാതും ഒരു ഇതിൽ ലൂഡ് ചെയ്യുക. അന്ന് ഇത്രേ ഉള്ളൂ, അന്ന് കറണ്ട് കത്തിയാൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ കാരണമാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. അന്നൊക്കെ അങ്ങനെയാണ്. ഇന്ന് എല്ലാവരും ഒന്ന് കുറേയൊക്കെ ലെവലായി ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് അതിന് രീതി ചെയ്യൽ തുടങ്ങി. മറ്റത് ആർക്കെങ്കിലും ഒരു പിരിവയർ കിട്ടിയാൽ മതി, മതി എല്ലാ കാര്യങ്ങളും. പണ്ടത്തെ ഒരു വയറുണ്ടല്ലോ, അത് മതി, അതന്നെ ലോകം വയറിങ്. ഇപ്പം അങ്ങനെയല്ല. അതൊക്കെ മനസ്സിലായി കുറേ ആൾക്കാർക്ക്. ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആൾക്കാർ.